ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു വീഡിയോ ഞാൻ തന്നെ ചെയ്യുകയാണ്. വേറെ ഒന്നുമല്ല, ഞാനൊരു പടത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും അങ്ങനെ പോകാത്തൊരു വ്യക്തിയാണ്. ഒരുപാട് കാലങ്ങളായി. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഭക്ഷണം ചെയ്തു കൊടുത്ത വീട്ടുകാർ അവരുടെ ഒരു പരിചയത്തിൽ അങ്ങനെ ഞങ്ങളെല്ലാവരെയും അവരൊരു പാർട്ടിക്ക് ക്ഷണിച്ച് വീട്ടിലേക്ക്. അങ്ങനെ പോയപ്പോൾ അവർ പുറത്ത് കൊണ്ട് ഞങ്ങൾക്കൊരു പടം കാണിച്ചു തന്നു. ഇല്ല എന്ന് പറഞ്ഞാണ് എല്ലാവരെല്ലാം ഞങ്ങൾ വരി എന്ന് പറഞ്ഞാൽ അവർ ഒരു പടത്തിന് ഞങ്ങളെ കൊണ്ടുപോയി. മോഹൻലാലിൻ്റെ തുടരും എന്നുള്ള സിനിമ, വളരെ മനോഹരമായൊരു സിനിമ. ഒരുപാട് കാലങ്ങളായി അതുപോലത്തെ ഒരു സിനിമകളെല്ലാം കണ്ടിട്ട്. എന്താണ് സിനിമയെപ്പറ്റി പറയുക എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ വളരെ മനോഹരമായ ഒരു സിനിമ. അതിൻ്റെ ഉള്ളടക്കങ്ങളും അതിൻ്റെ കൈകാര്യങ്ങളും അതിൽ അഭിനയിച്ച നടീനടന്മാരൊക്കെ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. മനസ്സിനെ വളരെ സ്പർശിക്കുന്ന കഥാതന്തുവാണ് അതിൻ്റെ സംവിധായകരും എല്ലാവരും ചെയ്തത്. അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, വില്ലനായി അഭിനയിച്ച പുതുമുഖ നടൻ. അഭിനയത്തിൽ അദ്ദേഹം പുതുമുഖമാണെങ്കിലും സിനിമാ മേഖലയിൽ തന്നെ ഉള്ള ഒരാളാണ്. പക്ഷേ അഭിനയ മേഖലയ്ക്ക് വൈകി വന്ന ഒരു വസന്തം എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. കാരണം അദ്ദേഹത്തിന് കൊടുത്ത ആ വേഷം വളരെ തന്മയത്വത്തോടുകൂടെ ഭംഗിയായി അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു എണ്ണൻ പറഞ്ഞ നടനെ കിട്ടും. നമ്മുടെ തിലകൻ ഇത്യാദി മുൻകാലങ്ങളിലുള്ള മൺമറഞ്ഞു പോയ പ്രഗത്ഭ നടന്മാരെ പോലെ നല്ല ഒരു നടനെ നമ്മൾക്ക് കിട്ടും. അതാണ് പറയാനുള്ളത്. പിന്നെ മോഹൻലാൽ ആരാധകർക്കെല്ലാം വളരെ ആഹ്ലാദിക്കാനും ആർമാദിക്കാനും പറ്റിയ ഒരു സിനിമ. സംഭവം 100 കോടി ക്ലബിലൊക്കെ കയറിയതാണ്. ഞാനതിൻ്റെ പ്രൊമോ വീഡിയോ ഇടുമെന്നല്ല, ഞാനത് കണ്ടു, മനസ്സിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതങ്ങനെ ചെയ്തു. മോഹൻലാൽ ആരാധകർക്കെല്ലാം ആഹ്ലാദിക്കാനുള്ള ഒരുപാട് വകകളുണ്ട്. ചെറുപ്പകാലങ്ങളിൽ ഞാനും ഒരു മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ആ കാലഘട്ടത്തിനനുസരിച്ച് അവരുടെ ഫാൻസൊക്കെ ആയിരുന്നു. പ്രായങ്ങളൊക്കെ ആയപ്പോൾ ആ മേഖലയിലേക്കൊന്നും ചിന്തിക്കാറില്ല, പോകാറില്ല. ഇന്ന് അങ്ങനെ കിട്ടിയപ്പോൾ പോയതാണ്. പിന്നെ ഇത് കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ വീഡിയോ എൻ്റെ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ അടിക്കണം. മോഹൻലാൽ ആരാധകരോ മറ്റുള്ളവരാരായാലും കുഴപ്പമില്ല, ഒന്ന് ഉയർന്നു വരാൻ വേണ്ടിയിട്ടാണ് ഇത്. ആ ഒരു പരസ്യത്തിന് വേണ്ടി ഇട്ട വീഡിയോ അല്ല, ഇനി അത് പ്രത്യേകിച്ച് പറയാം. എനിക്കങ്ങനെ മനസ്സിന് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സിനിമയാണ്. എല്ലാവരും അത് തിയേറ്ററുകളിൽ തന്നെ പോയി കാണണം.